പ്രിയ സുഹൃത്തുക്കളെ, ഇരുന്ന് ജോലി ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 8 മണിക്കൂറിൽ കൂടുതൽ, 8.5 മണിക്കൂർ, 9.5, ചിലർ 16 മണിക്കൂറും ചിലർ അതിൽ കൂടുതലും മണിക്കൂറുകൾ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. തൻ്റെ സ്ഥാപനത്തിന് വേണ്ടിയും താൻ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയും ഇത് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. 1-2 കാര്യങ്ങൾ: അവരുടെ ഫേം വളരും, അവർക്ക് സാമ്പത്തികം ഉണ്ടാകും, ഓവർ ടൈമിന് ചിലപ്പം എക്സ്ട്രാ പൈസയും കിട്ടും. വളരെ നല്ലത്, കാരണം സാമ്പത്തികം എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നത് മനസ്സിലാക്കിക്കൊള്ളുക. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക: ഈ ദീർഘനേരമുള്ള ഇരിപ്പ് നിങ്ങളെ ഹൃദ്രോഗിയാക്കും. ഇനി അതിൻ്റെ ഹൃദ്രോഗം മാത്രമല്ല, നമ്മുടെ ബോഡി മെറ്റബോളിസം തെറ്റും. പിന്നെ അകാല വാർദ്ധക്യം നമുക്ക് ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ബോഡി വെയ്റ്റ്, അത് BMI, ബോഡി മാസ് ഇൻഡെക്സ്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതാണ്. ഇനി ഞാനിതിൻ്റെ എന്തുകൊണ്ടാണിത് കൂടുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇത് കുറയ്ക്കാം. അപ്പോൾ ദീർഘനേരം ഇത് എൻ്റെ പഠനമല്ല. ഞാൻ ഇന്ന് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു ലേഖനം, അമേരിക്കൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തെ ഡോക്ടർ AP ജയരാജൻ അദ്ദേഹം ഇന്ന് മനോരമയിൽ എഴുതിയിരിക്കുന്ന ലേഖനം വെച്ചാണ് ഞാനത് പറയുന്നത്. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളല്ലാത്തൊരു നമ്മുടെ സഹോദര തുല്യരോ സഹോദരി തുല്യരോ, അപ്പോൾ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന ചില മാർഗങ്ങൾ, റെമഡീസ്, അതായത് പരിഹാര മാർഗങ്ങൾ. നിങ്ങൾ ദീർഘനേരം 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് നിവർന്ന് എഴുന്നേൽക്കുക. ഏതെങ്കിലും ഫേമിൽ പുറത്തിറങ്ങിപ്പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഓഫീസിൽ തന്നെ ഒരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ 5 മിനിറ്റ് നടക്കുക, 1 മിനിറ്റ് നടക്കുക, അത് നല്ലതാണ്. നമ്മുടെ മൂരി നിവർക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതൊന്ന് നിവർക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ അമിതമായിട്ടുള്ള പ്രവൃത്തി അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ. ഈ എന്തൊക്കെ റെമഡീസ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കും. എഴുന്നേറ്റ് നടക്കുക, മൂരി നിവർത്തുക ഞാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും സ്മാർട്ട് വാച്ചുകാർ. അമേരിക്കയിലുള്ള എൻ്റെ ഒരു നല്ല സുഹൃത്ത് വെച്ചാൽ നല്ല വർക്കിംഗ് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ വിരലിൽ മോതിരമുണ്ട്, കയ്യിലൊരു വാച്ചുണ്ട്. എല്ലാവർക്കും ഉണ്ടാവാം. പക്ഷേ അത് അദ്ദേഹം പറയുന്നത് തൻ്റെ ബോഡി മെറ്റബോളിസം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ ആക്സിലറോമീറ്റർ അതുവഴി അറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എന്ത് കലോറി ഊർജ്ജമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ശരിക്കും ഒരു നല്ല നിരീക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുക, നടക്കാൻ സാധിക്കുക, സംസാരിക്കാൻ സാധിക്കുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ആയുസ്സിന് നല്ലതാണ്. കാരണം നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് നിങ്ങൾക്ക് കുറേ സമ്പത്ത് കിട്ടും, നിങ്ങൾക്ക് സാലറി കിട്ടും. എന്നാൽ അതുവഴി വളരുന്നത് നിങ്ങളുടെ സ്ഥാപനമാണ്. ആർക്കാണ് പ്രശസ്തി പോകുന്നത്? അവിടുത്തെ MDക്കാണ്, നിങ്ങൾക്കല്ല. ഇപ്പോൾ MDയും ഇതിനകത്ത് ഭാഗമല്ലെന്നാണ് എൻ്റെ അർത്ഥം, അല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇരുന്ന് ജോലി ചെയ്യുന്നവർ, ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതിനാൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരുടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർ നിരന്തരമായിട്ട് ഇരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നിരന്തരമായിട്ട് കിടക്കാതിരിക്കുക, എഴുന്നേൽക്കുക. അരമണിക്കൂറോ 1 മണിക്കൂറോ ഇടയ്ക്ക് ഒന്ന് എഴുന്നേൽക്കുക. ഇനി ഇതിനകത്ത് ഏറ്റവും ഭവിഷ്യത്ത് വരുന്നവർ കോടതി ജഡ്ജിമാർ ഒരുപാട് മണിക്കൂർ ഇരിക്കുന്നവരാണ്. കൺസൾട്ടേഷൻ ഡോക്ടർമാർ ഒരുപാട് മണിക്കൂർ ഇരിക്കുന്നവരാണ്. IT മേഖലകൾ, വിദ്യാഭ്യാസ മേഖലയിൽ ചില അധ്യാപകർ ഇതുപോലെ ഇരുന്ന് മാത്രം ജോലി ചെയ്യുക, എഴുന്നേൽക്കാതിരിക്കുക. അങ്ങനെയുള്ളവരോടൊക്കെ ഒരു കാര്യം പറയുന്നു. അമേരിക്കൻ ഗവേഷണത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. അതായത് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ്. ഹൃദയം നശിച്ചിട്ട് ഇരുന്ന് ജോലി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്ന് മനുഷ്യനെ ഇരുത്താതിരിക്കുക, സ്വയം ഇരിക്കാതിരിക്കുക. അതിന് ഏറ്റവും സുന്ദരമായിട്ട് ഈ ഗവേഷണം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഋഷിദാന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയെങ്കിലും പറയാം. പുള്ളി പറഞ്ഞു, മനുഷ്യനെ ഇളക്കി വിടുക. അപ്പം ഞാനതിനെ കണ്ടുപിടിച്ചു, ഇളക്കി വിടുക എന്നുള്ളതിന് വല്ലപ്പോഴും ഇക്കിളിട്ടാലും മതി. തൊടാനൊക്കുമല്ല മനുഷ്യരെ ഇന്ന്. എങ്കിലും ഞാൻ പറയാണ്,
ഇരുന്ന് ജോലി ചെയ്യുന്നവർ അത്യാവശ്യം നമ്മുടെ എക്സർസൈസിൽ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേൽക്കാൻ, ഒന്ന് നടക്കാനും ഒക്കെ പരിശ്രമിക്കുക. ആയുഷ് നീട്ടിക്കിട്ടാൻ ഈശ്വരനോട് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, സ്വന്തം ശരീരത്തിലൂടെ നോക്കണം. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരൂർ.